ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണയായി ഓവനും ബീറ്ററും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കാറുള്ളത്. ഈ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മിക്സി എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് അല്ലേ? അപ്പോൾ മിക്സിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലുമാണ്. കുക്കറിൽ നേരിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഇതിനുള്ളിൽ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ വേറൊരു കേക്ക് ടിന് വെച്ചിട്ടോ ഒന്നുമല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കുക്കറിനുള്ളിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണുന്ന സമയത്ത് തോന്നും ബീറ്റർ ഇല്ലാതെ എങ്ങനെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ സാധാരണയായി വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് മാത്രം മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മെഷർമെൻറ്റ് കപ്പിൻ്റെയോ ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഇത്രയും നല്ലൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്കിനായിട്ട് നമ്മൾ സാധാരണയായി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മതി. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏതാണോ ഗ്ലാസ് ഉള്ളത് ആ ഒരു ഗ്ലാസ്സിന് അളവ് എടുത്താൽ മതി. നമ്മൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അതിന് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 1 കപ്പ് മൈദയാണ് കറക്റ്റാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്ലാസ്സിൽ മൈദ എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുകൾ ഭാഗം ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കപ്പാക്കി എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ്സിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം പഞ്ചസാര എടുക്കണം. ഈ ഒരു പഞ്ചസാര പൊടിക്കാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒരു ഗ്ലാസ് മുഴുവനായിട്ട് 1 കപ്പ്, അതായത് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് നമ്മൾ പഞ്ചസാര എടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ 1/4 കപ്പ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് മധുരം 1/4 കപ്പോളം മതി എന്നുള്ള ലെവലിലാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പൊടിച്ചെടുത്ത പഞ്ചസാര ഞാൻ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ഗ്ലാസോളം പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് മാത്രം മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ പാലും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അല്ലാതെ നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ 2 പാത്രത്തിലേക്കാണ് ഇത് ഈവനായിട്ട് ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. നമ്മൾ സീബ്ര കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വിധത്തിലുള്ള ബാറ്റർ വേണം. അതായത് ഒന്ന് ചോക്ലേറ്റിൻ്റെ ബാറ്ററും ഒന്ന് വാനില ഫ്ലേവറിലുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പിലോട്ട് പകുതി മാവ് ഒഴിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ പകുതി ബാറ്റർ വേറൊരു കപ്പിലേക്ക് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബൗളിലെ ബാറ്ററിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ പിന്നെ ബാറ്റർ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഒന്നും ചെയ്യണ്ട. ഇത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കുക്കറിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറിൽ നേരിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടാണ്
കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതായത് കുക്കറിനെയാണ് നമ്മുടെ കേക്ക് ടിന്നാക്കി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇത് സീബ്ര കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ബാറ്ററിൽ നിന്നും തുല്യമായിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കയ്യിൽ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നടുവിലായിട്ട് തന്നെ നമുക്ക് അടുത്ത വാനില ഫ്ലേവറുള്ള ബാറ്റർ കൂടി ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത് ചോക്ലേറ്റ് ബാറ്ററിൽ നിന്നും അതേപോലെ തന്നെ ഒരു കയ്യിലെടുത്തിട്ട് നടുവിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ തുടർന്നും നമ്മുടെ ബാറ്റർ തീരും വരെ ഇതേ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയതായിട്ടൊരു രീതിയിലുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കേക്കിന് മുകൾ ഭാഗം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുക്കർ അടച്ചു വെക്കുന്ന സമയത്ത് അതിൻ്റെ വിസിൽ ഊരി വെക്കണം കേട്ടോ. വിസിലിൻ്റെ ആവശ്യമില്ല, അതൊന്ന് ഒഴിവാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ മതിയാവും. അത്രയും വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിലായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കണം, ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ കുക്കർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ. ഇനി എന്തായാലും നമുക്കൊരു 40 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഏകദേശം ഒരു 30 to 35 മിനിറ്റ് ആയാൽ മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ മതി, റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനത് സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കിതിലൊന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്നൊന്ന് മാറ്റിയെടുത്തതാണ്. കുക്കർ ചൂടാറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കുക്കറിൽ നിന്നും വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുക്കറിൽ നിന്നും അടർത്തി മാറ്റാനും എളുപ്പമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ സാധനങ്ങളും മാത്രം മതി. മിക്സിയും കുക്കറും ഉണ്ടോ നമുക്ക് കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു, ബൈ.